ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുള്ളാണ്. ആട്ടാതെയും വഴറ്റാതെയും വിനാഗിരി ഒട്ടും ചേർക്കാതെയും ഒരുപാട് കാലത്തേക്ക് മാങ്ങാച്ചാർ ഉണ്ടാക്കി സൂക്ഷിക്കുന്ന വിധമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന അച്ചാറിലേക്ക് ഒരു തരി പോലും വിനാഗിരി ഒന്നും വേണ്ട. എങ്കിൽ തന്നെയും ഒരു തരി പോലും ചീത്താവാതെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. ഇനിയിപ്പോൾ നമ്മുടെ മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർക്ക് തയ്യാറാക്കി കൊടുത്തു വിടാനും വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എങ്ങനെയാണ് വളരെ രുചികരമായിട്ടുള്ള മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാം. വർഷങ്ങളോളം കേടുകൂടാതെയും വളരെ രുചികരമായിട്ടുള്ളതും ഒരു തരി പോലും വിനാഗിരി ചേർക്കാത്തതുമായ നല്ലൊരു മാങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 കിലോ അളവിലാണ് മാങ്ങ എടുത്തിട്ടുള്ളത്. മാങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ വേണം എടുക്കാനായിട്ടും. അത് നല്ല മൂപ്പുള്ളതും നല്ല പുളിപ്പുള്ളതുമായ മാങ്ങയാണ് നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടതും. ഇനി നമുക്ക് ഈ മാങ്ങയെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് തുടച്ചുകൂടി എടുക്കണം. നമ്മുടെ അച്ചാർ ഒരു തരി പോലും വിനാഗിരി ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. അത് ഒരുപാട് കാലം സൂക്ഷിക്കേണ്ടത് കൊണ്ടിട്ടും ഇതിലേക്ക് എടുക്കുന്ന ഓരോ കാര്യങ്ങളും ഒരു തരി പോലും വെള്ളമില്ലാതെ വേണം എടുക്കാനായിട്ടും. മാങ്ങയിലുള്ള വെള്ളമെല്ലാം തന്നെ നമുക്ക് നല്ലതുപോലെ തുടച്ചു മാറ്റണം. ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങയെ നല്ലതുപോലെ ഒന്ന് തുടച്ചു മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ സമയത്ത് മാങ്ങയിലുള്ള എല്ലാ വെള്ളവും ഇവിടെ തുടച്ചൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കാം. നമുക്ക് ഈ അച്ചാറിനെ തയ്യാറാക്കാനും വേണ്ടിയിട്ട് വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ അച്ചാർ തയ്യാറാക്കാനുള്ള മാങ്ങയ്ക്ക് നല്ല മാംസം ഉള്ളതുമായിരിക്കണം. അപ്പോഴാണ് നമുക്കിതുപോലെ നല്ല നല്ല പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഞാനിവിടെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇനി കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങയെ ഒരു പാത്രത്തിലേക്ക് കൂടെ മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ മാങ്ങ കഷ്ണങ്ങളും കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ മാങ്ങാച്ചാർ തയ്യാറാക്കാനുള്ള പാത്രത്തിലേക്കായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ 5 കിലോ മാങ്ങയും ഇതേ ഒരു രീതിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കണം. നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാനും വേണ്ടിയിട്ട് കല്ലുപ്പാണ് വേണ്ടത്. മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു കയ്യിൽ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മാങ്ങ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഉപ്പ് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും 1 വലിയ കഷ്ണം കായും ഒന്ന് വറുത്ത് പൊടിച്ചെടുത്ത പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മുളക് പൊടി കൂടെ ചേർക്കണം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 300 ഗ്രാം അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുവാണ്. നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരമാണ് നമുക്കിതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള ഉപ്പെല്ലാം ഇളകി ഇതിൽ നിന്നും വെള്ളം ധാരാളം ഊറി വരുന്നതാണ്. ഇനിയിപ്പോൾ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയെ ഒന്ന് കട്ട് ചെയ്ത് കൂടെ ചേർക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളുത്തുള്ളിയൊക്കെ ചേർക്കാൻ താല്പര്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ്. ഞാനിവിടെ 1/2 കിലോ നല്ലെണ്ണ ഒന്ന് തിളപ്പിച്ചുകൂടെ എടുക്കുന്നുണ്ട്. ഈ സമയത്ത് അരമണിക്കൂർ നേരം മൂടി വെച്ച മാങ്ങയെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാങ്ങയിൽ ഉപ്പെല്ലാം ഒന്ന് നല്ലതായിട്ട് ഇളകി ഈ ഒരു മാങ്ങ കഷ്ണങ്ങളെല്ലാം ഒന്ന് നനഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിച്ചെടുത്തിട്ടുള്ള 1/2 കിലോ നല്ലെണ്ണയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. നല്ലെണ്ണ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നല്ലതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. മസാലകളെല്ലാം മാങ്ങയിലേക്ക് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രത്തിനെ മൂടിയടച്ച് വെക്കാം. അതിനുശേഷം നമ്മൾ നാളെയാണ് മൂടിയെ തുറന്ന് നോക്കുന്നതും. മാങ്ങാച്ചാർ മൂടി വെച്ചിട്ട് ഒരു ദിവസം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മൂടി തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ അച്ചാർ ഇതേ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ അച്ചാറിനെ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം മാങ്ങ അച്ചാറിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണയെല്ലാം നല്ലതുപോലെ മുകളിലേക്ക് വരുന്നതിനായിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിയും കൂടെ കൊടുക്കാം. അതിനുശേഷം നമുക്കിതിന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. മൂടി വെച്ച അച്ചാറിനെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ നല്ലതുപോലെ എണ്ണയെല്ലാം തെളിഞ്ഞ് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അച്ചാറിനെ ചില്ലു കുപ്പികളിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഈ ഒരു അച്ചാർ നമുക്ക് കഴിക്കാൻ പാകത്തിലേക്ക് ആകുന്നത് 1 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. 1 മാസത്തിന് ശേഷം അച്ചാറിനെ കഴിക്കാൻ പാകമാകുമ്പോൾ
ചെറിയ കുപ്പിയിലാക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കേണ്ടതും. വർഷം മുഴുവനും കേടാവാതെ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അച്ചാർ ആയതുകൊണ്ടിട്ട് ഇതിലേക്കെടുക്കുന്ന പാത്രങ്ങളും കൈലുകളും നല്ലതുപോലെ ഉണക്കിയതിന് ശേഷമായിരിക്കണം എടുക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ അച്ചാറിലേക്ക് തവിയിട്ടൊക്കെ ഇളക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടായി പോവാനൊക്കെ സാധ്യത കൂടുതലാണ്. അച്ചാറിനെ ഒരുപാട് കാലം സൂക്ഷിക്കേണ്ടത് കൊണ്ടിട്ട് പെട്ടെന്നൊന്നും കേടായി പോവാതിരിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കുപ്പിയിലാക്കിയിട്ടുള്ള അച്ചാറിൻ്റെ മുകളിലേക്ക് ഒരു വെള്ളത്തുണി നല്ലെണ്ണയിൽ ഒന്ന് നനച്ചതിന് ശേഷം കുപ്പിയുടെ വായുഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കാനുള്ള ഒരു ടിപ്പ് കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് ഒരുപോലെ തന്നെ പ്രയോജനകരമായി എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ കൂടെ കമൻസ് ആയിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. ഞാൻ തരുന്ന ഓരോ വാക്കുകളുമാണ് മറ്റുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നതും. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ കൂടി തന്നെന്ന് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. ഇനിയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദിയും സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.